ആദർശം കൊണ്ടുവന്നാലും എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ സമുദായം, അതിന് ഓശാന പാടാൻ തയ്യാറായ സമുദായം, അതിന് പേര് മറ്റുള്ളവന് തടിച്ച് കൊഴുത്തു വരുമ്പോൾ തിരിച്ചറിയാൻ പോലുമാകാതെ ഇതെല്ലാം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന്റെ പിന്നാലെ പോകുന്നവർ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇപ്പം മറ്റോ ഒപ്പത്തുന്നില്ല കണ്ടപ്പോഴാണ് ഈ പറച്ചിലൊക്കെ. അവസാനം കാസിമിന്റെ ദുആ കൂടി ഉണ്ട് ഇവർക്കെതിരെ, AP സുന്നിയാൾക്കെതിരെ കാസിമിനൊരു പ്രാർത്ഥന, അതും കൂടി ശ്രദ്ധിക്കാൻ അവന് ആ വിഷയമാണ് പൂർത്തിയായി. ഒരു നിരീശ്വരവാദിക്ക് പിന്താങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാകരുത് വർഷോന്, അവർക്ക് ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാകരുത് വർഷോന്. ഒരു നിരീശ്വരവാദിയുടെ കയ്യിൽ വഖഫിന്റെ ആധാരം തീരെ കൊടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ. പടച്ചോനെ തലയെ കെട്ടിയിട്ട് നിരീശ്വരവാദത്തിന് ഓച്ചാന പാടുന്നവർക്ക് റബ്ബേ ഇത് ഞങ്ങളുടെ കുശുമ്പ് പറയല്ല, ഇവരെ തലയൊക്കൊന്ന് ഗോഡ കൊടുക്കണം പടച്ചോനെ. ഈ നിരീശ്വരവാദികളെ കയ്യൊന്നും ഇവിടെ ഒന്നും കിട്ടാനില്ല. അവരെ ഉമ്മത്തിനെ തകർക്കാൻ ഇറങ്ങിയവരാണ്. അവരെ തലസ്ഥാനം മോസ്കോ ആണ്, അവരെ തലസ്ഥാനം മദീനയല്ല എന്നൊരു ബോധം അവർക്ക് കൊടുക്കണം പടച്ചവനെ. പാവപ്പെട്ട നാടന്മാരെ കാക്കണം പടച്ചവനെ. ഈ പാവപ്പെട്ട നാടന്മാര് താടിയുടെ വലിപ്പവും തലയെക്കെട്ടിന്റെ വലിപ്പവും കണ്ടിട്ട് പല ആളുകളെയും പൊന്നിൽ പോയി അടിയറവ് പറയുന്ന നാടന്മാർക്ക് അത് സ്വർഗത്തിന്റെ വഴിയല്ല എന്നൊരു ബോധം കൊടുക്കണം പടച്ചവനെ. എല്ലാരും നന്നാക്കണം റബ്ബേ. തലയെക്കെട്ടും താടിയും കണ്ട് അത് സ്വർഗത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് ഒപ്പം കൂടിയ മനുഷ്യന്മാരുണ്ട്. ആ നാടന്മാർ നന്നാക്കണേ എന്നാ പ്രാർത്ഥിച്ചത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന് ഒരു കൃത്യമായ ചട്ടക്കൂടുണ്ട്. അത് ആർക്കും ആരുടെ